ഹായ് നമസ്കാരം. ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യൂ. ജൂണിൽ നടക്കാനിരിക്കുന്ന 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇടം പിടിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ രണ്ടുപേരാണ്. ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. എന്തായാലും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് സഞ്ജു സാംസന്റെ ടീമിൽ ഇടം നേടിയ വാർത്ത തന്നെയാണ്. കാരണം കഴിവുണ്ടായിട്ടും ടീമിൽ ഇടം നേടാൻ കഴിയാതെ പുറത്തു നിൽക്കേണ്ടി വന്ന ഒരുപാട് അവസരങ്ങൾ സഞ്ജു സാംസന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ സെലക്ടർമാർക്കും അദ്ദേഹത്തിന്റെ പ്രകടനം തള്ളിക്കളയാനായില്ല. ഈ IPL-ൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. തുടരെ 50കൾ നേടുന്നു. അതുപോലെ തന്നെ ടീമിന്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് കളിച്ച കളികളെല്ലാം ജയിക്കുന്നു. മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇത്തവണ അതിനിർണായകമായ സമയത്ത് ടീമിന് ആവശ്യമായ സമയത്ത് 50കൾ അടിച്ച് ടീമിനെ കളി ജയിപ്പിച്ചിരുന്നു. മാത്രമല്ല മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന പ്രശസ്തി കൂടി വീണ്ടും അദ്ദേഹം നേടിയിരുന്നു. മുൻകാല ക്രിക്കറ്റർമാർ പലരും പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കണം, വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തണമെന്ന്. ഹർഭജൻ സിംഗ് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട്. മാത്രമല്ല രോഹിത് ശർമ്മക്ക് രണ്ടാമനെ നിങ്ങൾ തേടുന്നെങ്കിൽ അത് സഞ്ജു സാംസൺ ആണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇടം നേടിയതിനു ശേഷം അനവധി ആശംസകളാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് താരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സിനിമാ താരങ്ങളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അദ്ദേഹത്തിന് ആശംസകൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല അതിന്റെ ആഘോഷം, ഇന്ത്യയിൽ ഒട്ടുക്കും സഞ്ജു സാംസണ് ഇന്ന് അത്രക്കും ആരാധകരുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ കോച്ച് സംഘക്കാര പറഞ്ഞത് വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇന്ത്യൻ സെലക്ടർമാർ എടുത്തത്. അദ്ദേഹം ഇതിനു മുമ്പേ ഇന്ത്യൻ ടീമിൽ എത്തേണ്ടിയിരുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഇന്ത്യ പോലുള്ള ഈ ഒരു രാജ്യത്ത്, എത്രയും ക്രിക്കറ്റർമാർ അധികരിച്ചുള്ള രാജ്യത്ത് ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടുക പ്രയാസം തന്നെയാണ്. എങ്കിലും സഞ്ജു സാംസൺ എത്തിപ്പെട്ടത് വലിയൊരു നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് സംഘക്കാര ആശംസ അറിയിച്ചു. എന്തായാലും ഇത്തവണ ഇന്ത്യ കപ്പടിക്കും എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം മലയാളി സാന്നിധ്യം ഉണ്ടായപ്പോഴെല്ലാം ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായും സഞ്ജു സാംസൺ ഉൾപ്പെട്ട ഈ സ്ക്വാഡുമായി പോയി ഇന്ത്യ കപ്പടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം.